ഇറാൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ ഭാഗമായിട്ട് സൂപ്പർ ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനി, മാർക്കറ്റ് ലീഡർ, ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ നല്ല വാല്യുവേഷൻ, ഇവയെല്ലാം ചേർന്ന നല്ല സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും? മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മൾ അടക്കമുള്ള ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകൾ വിൽക്കാൻ ടെൻഷൻ അടിക്കുകയാണ്. പലപ്പോഴായിട്ട് സെൻസെക്സ് 1000 പോയിന്റ് താഴെ പോകുന്നു, നിഫ്റ്റി 300-400 പോയിന്റുകളൊക്കെ താഴേക്ക് വരുന്നു. പോർട്ട്ഫോളിയോ മുഴുവൻ റെഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഒരു പേടി തോന്നാത്തത്? അതേസമയം സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. കാരണം റിലയൻസും HDFC ബാങ്കും പോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ സ്റ്റോക്കുകൾ നല്ലൊരു ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓണം, ക്രിസ്മസ് സെയിലിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സിന് ഡിസ്കൗണ്ട് വരാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് കറക്ഷനെ കാണുന്നത്. ഇങ്ങനെയുള്ള മാർക്കറ്റ് ഇടിവിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിയിടാൻ പറ്റുന്ന നല്ല ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുക ഒരു വലിയ ചലഞ്ചാണ്. പക്ഷെ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ വളരെ നല്ല പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കണ്ടെത്താനും അവ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുമുള്ള ഏറ്റവും പറ്റിയ സമയം തന്നെയാണ് ഇത്തരത്തിലുള്ള കറക്ഷൻ പോയിന്റുകൾ. മുമ്പുണ്ടായിട്ടുള്ള പല കറക്ഷനുകളും ഇതിന് വളരെ വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ്. പലപ്പോഴായിട്ട് ഇത്തരത്തിൽ വന്നിരിക്കുന്ന കറക്ഷനുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള റിക്കവറി കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള റിക്കവറിയിൽ നിന്ന് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള നല്ല ഫണ്ടമെന്റൽസ് ഉള്ള 5 സൂപ്പർ സ്റ്റോക്കുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ലിസ്റ്റ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ എന്തായാലും ആഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള അവസരമാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആകുന്നത്? ഫേമസ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, മറ്റുള്ളവർ പേടിക്കുമ്പോൾ നിങ്ങൾ ഗ്രീഡി ആയിരിക്കുക, മറ്റുള്ളവർ ഗ്രീഡി ആയിരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുക. മാർക്കറ്റ് ഇടിയുമ്പോൾ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പേടിച്ച് കയ്യിലുള്ള സ്റ്റോക്കുകൾ പോലും നഷ്ടത്തിൽ വിൽക്കാൻ റെഡിയായിരിക്കും. ഇവിടെയാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് ശരിക്കുള്ള അവസരം കിട്ടുന്നത്. നല്ല കമ്പനികളുടെ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ടൊന്നും തകർന്നു പോവുകയൊന്നുമില്ല. മാർക്കറ്റിലെ ഒരു ജനറൽ പാനിക് റീസൺ ആണ് അവയുടെ സ്റ്റോക്ക് പ്രൈസ് കുറയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കണ്ടെത്തി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത 5 സ്റ്റോക്കുകളും വെറുതെ എടുത്തതല്ല, അവയ്ക്കെല്ലാം ചില കോമൺ ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നാമതായിട്ട് സൂപ്പർ ഫണ്ടമെന്റൽസ് ആണ്. നല്ല സ്ട്രോങ് ഫിനാൻഷ്യൽസ് ഉള്ള കമ്പനികളെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ലീഡേഴ്സ്, പ്ലേയേഴ്സ്, അവരുടെ സെക്ടറിലെ നമ്പർ 1 പ്ലേയേഴ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ലോങ് ടൈമിൽ നല്ല ഗ്രോത്ത് കാണിക്കാൻ കഴിവുള്ള സ്റ്റോക്കുകളെ സെലക്ട് ചെയ്തിരിക്കുന്നു. നല്ല വാല്യുവേഷൻ, ഇപ്പോഴത്തെ മാർക്കറ്റ് ഇടിവിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വിലയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുകൂടി നമ്മൾ ഉറപ്പാക്കും. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാവുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ എന്തിനാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്ന സിമ്പിൾ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വരുന്നത്. റിലയൻസ് ഇപ്പോൾ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി മാത്രമല്ല, റിലയൻസ് റീറ്റെയിൽ, ജിയോ, ഇപ്പോൾ പുതിയതായിട്ട് ഗ്രീൻ എനർജി, ഇങ്ങനെ പല സെക്ടറുകളിലേക്കും വളർന്ന ഒരു ഭീമൻ കമ്പനിയാണ് റിലയൻസ്. മാർക്കറ്റ് മൊത്തത്തിൽ ഇടിയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള റിലയൻസിന്റെ സ്റ്റോക്കുകളിലും ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ഏകദേശം 20 ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയുടെ ഷെയർ അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 10-15% താഴെ കിട്ടുക എന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റിലയൻസ് ഇപ്പോൾ വാങ്ങാൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കായിട്ട് മാറുന്നത്? ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജി, ടെലികോം, റീറ്റെയിൽ, അങ്ങനെ 3 മെയിൻ സെക്ടറുകളിൽ ഒരേ ടൈമിൽ എക്സ്പോഷർ. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു നാച്ചുറൽ സേഫ്റ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സെക്ടറിൽ പെട്ടെന്ന് ഒരു ക്രാഷ് ഉണ്ടായാൽ തന്നെ മറ്റ് സെക്ടറുകൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കി മാർക്കറ്റിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയും. രണ്ടാമതായിട്ട് ഗ്രോത്ത് എഞ്ചിനുകൾ. റിലയൻസിന്റെ പഴയ ഓയിൽ ബിസിനസ് നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും റീറ്റെയിലും ജിയോയും ഒക്കെയാണ് അതിന്റെ പുതിയ ഗ്രോത്ത് എഞ്ചിനുകളായിട്ട് മാറുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ റീറ്റെയിൽ റവല്യൂഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന കമ്പനി തന്നെയാണ് റിലയൻസ്. പോരാത്തതിന് 10,000 കോടികളാണ് ഗ്രീൻ എനർജി പുതിയ ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊന്നുമല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും സപ്പോർട്ടും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ എത്രയും വലിയൊരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റ് കമ്പനിക്കും അതുപോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു ഗ്രോത്ത് ഉറപ്പാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മൂന്നാമതായിട്ട് സ്റ്റെബിലിറ്റി. മാർക്കറ്റ് എത്രയൊക്കെ വീണാലും ഏറ്റവും ആദ്യം റിക്കവർ ആകാനുള്ള സ്റ്റോക്കുകളിൽ ഒന്നാണ് റിലയൻസ്. കാരണം ഇൻഡെക്സിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സ്ട്രോങ് ബേസ് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിവിൽ റിലയൻസിനെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. റിലയൻസിന്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ ഒന്ന് കണ്ടുപിടിച്ചു പോകാം. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് HDFC ബാങ്ക്.
ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് ബാങ്കിങ് സെക്ടറിലെ കിങ് ആണ്. HDFC ബാങ്ക് ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വലിയൊരു റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട് തന്നെ പലരും ഈ സ്റ്റോക്കിനെ സൈഡ് ആക്കിയിട്ടുണ്ടാവും. എന്നാൽ അവിടെയാണ് ശരിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിക്കുന്നത്. HDFC ലിമിറ്റഡുമായിട്ടുള്ള മെർജറിന് ശേഷം ചില ഷോർട്ട് ടൈം ഇഷ്യൂസ് ബാങ്കിന് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ ഫണ്ടമെന്റൽസ് ഇപ്പോഴും റോക്ക് സോളിഡ് ആണ്. രാജ്യത്തെ എല്ലായിടത്തും ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ, കോടിക്കണക്കിന് കസ്റ്റമേഴ്സ്, ഈ ഒരു സൈസ് തന്നെയാണ് HDFC ബാങ്കിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പോൾ ഇപ്പോൾ കൺസിഡർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നല്ല വാല്യുവേഷനിൽ നമുക്ക് കിട്ടുന്നു എന്നത് തന്നെയാണ്. ഹിസ്റ്ററി നോക്കിയാൽ HDFC ബാങ്ക് ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജിനേക്കാളും താഴെയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ബാങ്കിനെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് വളരെ റെയർ ആണ്. അത് തീർച്ചയായിട്ടും ഫണ്ടമെന്റലി അല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടുമാണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു വിലയിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഗവർണൻസിലുള്ള ചില ഇഷ്യൂസ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലെവലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും. അപ്പം HDFC ബാങ്കും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. രണ്ടാമത്തെ കാരണം അഗ്രസീവ് ഗ്രോത്ത് ആണ്. മർജറിന് ശേഷമുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ബാങ്ക് ഇപ്പോൾ വീണ്ടും ബ്രാഞ്ചുകൾ കൂട്ടാനും ലോൺ ബുക്ക് വളർത്താനും ഒക്കെ വളരെ അഗ്രസീവായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനുള്ള നല്ല റിസൾട്ട് 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കുറഞ്ഞ NPA മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ HDFC ബാങ്കിന്റെ കിട്ടാക്കടം അഥവാ NPA വളരെ കുറവാണ്. ഇത് ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഈ ഒരു 3 മുതൽ 5 വർഷം മുന്നിൽ കണ്ട് ഈ ഒരു ഡിപ്പിൽ HDFC ബാങ്കിന്റെ ഷെയറുകൾ വാങ്ങുന്നത് വളരെ നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അപ്പൊ HDFC ബാങ്കിന്റെ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് വളരെ നല്ല വാല്യുവേഷനിലാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ സഹായകരമായിരിക്കും. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം. ഇൻഫോസിസ് IT സെക്ടറിലെ ഒരു വലിയ സ്റ്റോക്കാണ് ഇൻഫോസിസ്. ഇന്ത്യൻ IT ഇൻഡസ്ട്രിയുടെ ഫേസുകളിൽ ഒന്നായിട്ടുള്ള ഇൻഫോസിസ് ഗ്ലോബൽ എക്കണോമിയായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളുടെ സൂചന വന്നാൽ മതി ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ വലിയൊരു ഇടിവ് കാണാൻ സാധിക്കും. ഇപ്പോഴും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് നമുക്ക് IT സെക്ടറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റലൈസേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇൻഫോസിസിനെ പോലെയുള്ള കമ്പനികളുടെ സർവീസ് ലോകത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ടെമ്പററി പ്രശ്നങ്ങൾ മാറുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതും ഇവരെ പോലെയുള്ള കമ്പനികൾ തന്നെയായി. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു കമ്പനിയെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഒന്നാമതായിട്ട് ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇൻഫോസിസ് ഓൾമോസ്റ്റ് ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. അവരുടെ കയ്യിൽ 10,000 കോടി രൂപ ക്യാഷ് റിസർവ് ആയിട്ട് തന്നെ ഉണ്ട്. ഇത് ഏത് എക്കണോമിക് ക്രൈസിസിനെയും കൂളായിട്ട് അതിജീവിക്കാൻ കമ്പനിക്ക് പവർ കൊടുക്കും. അതുപോലെ തന്നെ ഡിവിഡന്റ് ഇൻവെസ്റ്റേഴ്സും റെഗുലർ ആയിട്ട് ഡിവിഡന്റും ഷെയർ ബൈബാക്കും നൽകുന്ന നല്ലൊരു സ്റ്റോക്ക് റെക്കോർഡുള്ള കമ്പനിയാണ് ഇൻഫോസിസ്. സ്റ്റോക്ക് പ്രൈസ് വലുതായിട്ട് ഗ്രോ ചെയ്തില്ലെങ്കിൽ പോലും ഡിവിഡന്റിലൂടെ നമുക്കൊരു ഇൻകം എപ്പോഴും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്ലോബൽ ഡിമാൻഡ് ലോകം മുഴുവൻ ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു വിലക്കുറവ് ഈ ഒരു ഗ്രോത്ത് സ്റ്റോറിയിൽ കുറഞ്ഞ വിലയ്ക്ക് പാർട്ണർ ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കാണുന്നത്. നല്ല ഒരു ഐഡിയ തന്നെയാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് ഒരു ഗ്ലോബൽ ടച്ച് നൽകാനും ഡോളറിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിലയിടിവിൽ ഇൻഫോസിസ് ഒരു സൂപ്പർ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ രൂപയുടെ വിലയിടിവ് തീർച്ചയായിട്ടും കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൂടി നമുക്കിവിടെ നോക്കി പോവാം. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇൻഫോസിസിനെയും കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ ഗ്രൂപ്പിന്റെ പ്രൈഡ് ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് ഒരു കാലത്ത് വലിയ കടത്തിലും നഷ്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്ന കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് അടക്കി വാഴുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സിനിമ സ്റ്റോറി പോലെ ഉള്ള ഒരു റിക്കവറിയാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് കിടിലൻ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഏതൊരു ഗ്രോത്ത് സ്റ്റോക്കിനെയും പോലെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിലും വലിയ പ്രൈസ് കറക്ഷൻസ് ഒക്കെ നോർമലാണ്. അതിന്റെ ടോപ്പ് പ്രൈസിൽ നിന്ന് 20-25% വരെ വില കുറയുമ്പോൾ എല്ലാവരും ഒഴിച്ചു വിൽക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനിയെ നമ്മളിപ്പോൾ പരിഗണിക്കണം എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട് EVയിലെ കിങ് എന്ന ആ ഒരു പട്ടം തന്നെയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സിന് ഒരു ക്ലിയർ ഡോമിനൻസ് ഉണ്ട്. ഏകദേശം 70% മാർക്കറ്റ് ഷെയർ അവര് കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ EV റവല്യൂഷൻ കത്തിപ്പടരുമ്പോൾ അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ടാറ്റ മോട്ടോഴ്സിന് തന്നെയായിരിക്കും എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് JLRന്റെ കംബാക്ക്, അവരുടെ ലക്ഷറി ബ്രാൻഡ് ആയിട്ടുള്ള ജാഗ്വാർ ലാൻഡ് റോവർ ഇപ്പോൾ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഓർഡർ ബുക്കുകൾ സ്ട്രോങ് ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ പ്രോഫിറ്റ് വലിയ രീതിയിൽ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് കടം കുറയുന്നു. കമ്പനി അവരുടെ ഡെറ്റ് തുടർച്ചയായിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ടാറ്റ എന്ന ബ്രാൻഡും EV എന്ന ഫ്യൂച്ചർ ടെക്നോളജിയിലെ ലീഡർഷിപ്പും ടാറ്റ മോട്ടോഴ്സിനെ ഒരു മികച്ച ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കി പോകാൻ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ്. ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്കാണ്. ഒരുപക്ഷെ ഏറ്റവും ബോറിംഗ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരു സീക്രട്ട് ആയിട്ട് പറയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ ഒരു ബോറിംഗ് കമ്പനികളാണ്. കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കോടികൾ ഉണ്ടാക്കി കൊടുത്ത കമ്പനി തന്നെയാണ്. ഇത്തരം കമ്പനിയുടെ ഒരു പ്രശ്നം അവിടെ സ്റ്റോക്കുകൾ എപ്പോഴും ഒരു പ്രീമിയം വാല്യുവേഷനിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് സാധാരണ സമയങ്ങളിൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മടി തോന്നാനും സാധ്യത. എന്നാൽ മാർക്കറ്റ് മൊത്തത്തിൽ ഇടിയുമ്പോൾ ഒരു നല്ല കറക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഏഷ്യൻ പെയിന്റ്സ് പോലെയുള്ള വലിയ കമ്പനികളിൽ ഒരു ഫെയർ പ്രൈസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള
ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിനെ ഇപ്പോൾ പരിഗണിക്കണം എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഒന്നാമതായിട്ട് മാർക്കറ്റിലെ ഡോമിനൻസ്. ഇന്ത്യയിലെ ഡെക്കറേറ്റീവ് പെയിന്റ് മാർക്കറ്റിൽ 50% കൂടുതൽ ഷെയർ ഏഷ്യൻ പെയിന്റ്സിനാണ്. തൊട്ടടുത്ത കോമ്പറ്റീറ്ററേക്കാൾ ഒരുപാട് മുന്നിലാണ് അവരുടെ ഈ ഒരു ഡോമിനൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പ്രൈസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക പവർ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഇന്ത്യയുടെ എല്ലാ കോർണറിലും പ്രോഡക്ട്സ് എത്തിക്കാൻ പറ്റുന്ന വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ഏഷ്യൻ പെയിന്റ്സിനുള്ളത്. പുതിയൊരു കമ്പനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. ഇന്ത്യയുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് സെക്ടറും നല്ല രീതിയിൽ വളരും. ആളുകൾ പുതിയ വീടുകൾ വെക്കുകയും പഴയ വീടുകൾ റിനോവേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ പെയിന്റിനുണ്ടാവുന്ന ഡിമാൻഡ് എപ്പോഴും അങ്ങനെ കൂടി തന്നെ വരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെയിന്റ്സ് ബിസിനസ്സിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പോർട്ട്ഫോളിയോയിൽ വലിയ റിസ്കുകൾ ഇഷ്ടപ്പെടാത്ത എന്നാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു മാർക്കറ്റ് ഇടിവിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് നമുക്ക് ഏഷ്യൻ പെയിന്റ്സിനെ കണക്കാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അവരുടെ ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോകാം. അപ്പോൾ നമ്മളുടെ ആ ഒരു 5 സ്റ്റോക്കുകൾ ഈ ഒരു വലിയ ക്രാഷിൽ നമുക്ക് വാങ്ങി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. മാർക്കറ്റ് ഇടിവിൽ വാങ്ങാൻ പറ്റുന്ന 5 സൂപ്പർ സ്റ്റോക്കുകൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് പോർട്ട്ഫോളിയോയുടെ ഒരു സ്ട്രോങ് ബാക്ക് ബോൺ ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. HDFC ബാങ്ക് അട്രാക്റ്റീവ് വാല്യുവേഷനിൽ എന്ന ബാങ്കിംഗ് ഭീമനാണ്. മൂന്നാമതായിട്ട് ഇൻഫോസിസ് ഗ്ലോബൽ ഗ്രോത്ത് തരുന്ന IT ലീഡർ. ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയുടെ EV റവല്യൂഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഏഷ്യൻ പെയിന്റ്സ് സേഫ് ആൻഡ് സ്റ്റേബിൾ ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റർ. ഓർക്കുക, മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ച് സെല്ല് ചെയ്യുകയല്ല, പകരം നമ്മൾ ഇഷ്ടപ്പെടുന്ന നന്നായിട്ട് സ്റ്റഡി ചെയ്ത കമ്പനികളുടെ സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണക്കാക്കുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ഓരോ ഇടിവിലും കുറച്ചായിട്ട് വാങ്ങുന്നത് നല്ല സ്ട്രാറ്റജി തന്നെയാണ്. ഈ 5 സ്റ്റോക്കുകളിൽ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഏത് സ്റ്റോക്കാണ്? അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഇടിവിൽ നിങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന മറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.